നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണിച്ചു. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണിച്ചു. മെയ് 17-ാം തീയതി തിങ്കളാഴ്ചയാണ് സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെത്തിയ സതീശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വീട്ടുകാര്യങ്ങളും വിശേഷങ്ങളും അന്വേഷിച്ചു. ഭരണകാര്യങ്ങളിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് മറ്റൊരു ഗവൺമെൻറ്റെന്നും രാഷ്ട്രീയമുണ്ടെങ്കിലും സർക്കാർ കാര്യങ്ങളിൽ തുടർച്ചയാണ് ഉണ്ടാവുന്നതെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ദൌത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.